തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, സങ്കീർത്തകനായ ദാവീദ് നമുക്കൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥന ഈ ശുശ്രൂഷ സമയം നമ്മളെ പഠിപ്പിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 141 അധ്യായം അതിൻ്റെ 3 തിരുവചനം. പ്രാർത്ഥന ഇങ്ങനെയാണ്: കർത്താവേ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 141 വേഴ്സ് 3. സെറ്റ് എ ഗാർഡ് ഓവർ മൈ മൗത്ത്, ഓ ലോർഡ്, കീപ് വാച്ച് ഓവർ ദ ഡോർ ഓഫ് മൈ ലിപ്സ്. സങ്കീർത്തകനായ ദാവീദ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കൊക്കെ ദിവസവും പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണ് പഠിപ്പിക്കുന്നത്. എന്താണ് പ്രാർത്ഥന? കർത്താവേ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ. നമുക്കറിയാം കടിഞ്ഞാൺ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, കുതിരയെ നിയന്ത്രിക്കുന്ന കുതിരക്കാരൻ അതിന് കടിഞ്ഞാണിടും. ആനയെ നിയന്ത്രിക്കുന്ന ആനപ്പാപ്പാൻ ഒരു തോട്ടി എപ്പോഴും കരുതിയിരിക്കും, ഒരു കടിഞ്ഞാൺ നിയന്ത്രിക്കുന്നതിനു വേണ്ടി. വീണ്ടും വചനം പറയാണ്, എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ. കാവലേർപ്പെടുത്തണം. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയ ഒരു ആത്മീയ വിഷയത്തിലേക്കാണ് സങ്കീർത്തകനായ ദാവീദ് നമ്മളെല്ലാവരെയും ഈ സമയം ക്ഷണിക്കുന്നത്. നമ്മുടെ നാവിന് നിയന്ത്രണം ഏർപ്പെടുത്തുക. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നാവിന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത്? വചനം പഠിപ്പിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 18 അധ്യായം 21 തിരുവചനം. സാധിക്കുന്നവർ ബൈബിൾ തുറന്ന് ഈ വചനം എഴുതി പഠിക്കുന്നത് ഉപകാരപ്രദമാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 18 അധ്യായം 21 തിരുവചനം. ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും. ബുക്ക് ഓഫ് പ്രൊവേർബ് ചാപ്റ്റർ 18 വേഴ്സ് 21. ഡെത്ത് ആൻഡ് ലൈഫ് ആർ ഇൻ ദ പവർ ഓഫ് ദ ടങ്. എന്താണ് വചനം പഠിപ്പിക്കുന്നത്? ജീവനെ നശിപ്പിക്കാനും പുലർത്താനും എന്തിനു കഴിയും? നാവിന് കഴിയും. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ജീവന് അത്രമേൽ പ്രാധാന്യം നൽകുന്നവരാണ്. ജീവൻ സംരക്ഷിക്കാനല്ലേ ഡബിൾ വാക്സിൻ നിർബന്ധമാക്കിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഈ ദുരിത കാലഘട്ടത്തിൽ നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള പ്രവൃത്തികളാണ് ചെയ്യുന്നത്. എന്നാൽ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നമ്മളോട് പറയുന്നു, നിന്റെ ജീവനെ നശിപ്പിക്കാനും പുലർത്താനും എന്തിനു കഴിയും? നമ്മുടെ നാവിന് കഴിയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സുഭാഷിതങ്ങളുടെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ വ്യക്തിബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ധ്യാന വിഷയമാക്കേണ്ടതാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ചെറിയൊരു വാക്ക്, നമ്മുടെയൊക്കെ നിലപാടുകൾ പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കൂട്ടായ്മയിൽ എത്രത്തോളം ദുരിതങ്ങൾ വരുത്തിവെക്കുന്നു. ഞാനിത് പറയുമ്പോൾ നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ നടന്ന 2 കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്ക് അതിർത്തി തർക്കമാണ്. അതിർത്തിയിൽ ഒരു വേലി കെട്ടിയിട്ടുണ്ട്, മതിലല്ല, വേലി കെട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒട്ടുമുക്കാലും ദിവസങ്ങളിൽ വെറും 5 സെൻറ്റ് സ്ഥലം മാത്രമുള്ള ഈ 2 കുടുംബങ്ങൾ തമ്മിൽ മിക്കവാറും വഴക്കാണ്. മണ്ണിനെക്കുറിച്ചാണ് അവരുടെ ചർച്ച മുഴുവൻ. ഒരു ദിവസം 2 കുടുംബത്തിലെയും കുടുംബനാഥന്മാർ തമ്മിൽ അതിർത്തി പ്രദേശത്ത് ഭയങ്കര വഴക്ക്. 2 പേരും ആ വേലിക്കരികെ നിന്നുകൊണ്ട് ഭയങ്കര വഴക്കാണ്. കുറേ അധികം സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ചീത്ത പറഞ്ഞു, വഴക്കൊക്കെ പറഞ്ഞു. അവസാനം ഒരു കുടുംബനാഥ തിരിച്ചു വീട്ടിൽ വന്നു. ഭർത്താവ് സ്ഥലത്തില്ല. ഭാര്യ അരിശവും ദേഷ്യവും കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരമായപ്പോൾ ഭർത്താവ് ജോലി കഴിഞ്ഞു വന്ന ഉടനെ തന്നെ ഈ കുടുംബനാഥ ഭർത്താവിനോട് ചോദിച്ചു,
നിങ്ങളെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം? നിങ്ങളൊരാണാണോ? നിങ്ങൾ ഓർത്തു നോക്കണം. അപ്പുറത്തെ വീട്ടിലെ അവള് എന്നോട് എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? നിങ്ങളൊരാണാണോ? ആ മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രകോപിപ്പിച്ചു. എന്തു സംഭവിച്ചെന്നറിയോ? ഭർത്താവ് അരിശം കൊണ്ട് നിൽക്കുകയാണ്. അരിശം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, അതിനിപ്പം ഞാൻ എന്നാ വേണം? ഉടനെ തന്നെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ആ വേലി പൊളിച്ചു കളയും. എന്നിട്ട് അരിശം കൊണ്ട് നിൽക്കുന്ന ഭർത്താവിൻ്റെ കയ്യിലേക്ക് ഒരു വാക്കത്തി എടുത്ത് വെച്ചു കൊടുത്തു. ഈ ഭർത്താവ് ദേഷ്യം കൊണ്ട് ചെന്ന് ആ വേലി മുഴുവൻ പൊളിച്ചു കളഞ്ഞു. പൊളിച്ചു കളയുമ്പോൾ സമയത്ത് തൊട്ടപ്പുറത്തെ കുടുംബനാഥനും വന്നു, അപ്പുറത്തെ കുടുംബനാഥയും വന്നു. പരസ്പരം ഇടി വഴക്ക്. ദേഷ്യം കൊണ്ട് നിൽക്കുന്ന രണ്ട് കുടുംബാംഗങ്ങളാണ്. ഈ സമയം ഒരു മനുഷ്യൻ എന്തു ചെയ്തെന്നറിയോ? അവിടെ കടന്നൊരു കല്ലെടുത്ത് അപ്പുറത്തെ കുടുംബനാഥൻ്റെ തലക്കടിച്ചു. പ്രിയപ്പെട്ടവരെ, ആ ഇടി അത് മരണത്തിലാണ് കലാശിച്ചത്. കൊലപാതകം. ഇന്ന് കേരളത്തിലെ ഒരു ജയിലിൽ വേദനയോടുകൂടെ കഴിയുന്ന കുടുംബനാഥൻ. ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ, എനിക്കെന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. ഭാര്യ പറഞ്ഞൊരു വാക്ക് എന്നെ വല്ലാണ്ട് പ്രകോപിപ്പിച്ചു, എന്നെ അസ്വസ്ഥപ്പെടുത്തി. അതുമൂലമാണ് ഞാൻ കടന്നു ചെന്നത്. ഞാൻ അങ്ങനെ വഴക്കിൽപ്പെട്ടത്. ഞാൻ ഇന്നൊരു കൊലപാതകയായി മാറിയത്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ നമ്മുടെയൊക്കെ നാവിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ എത്ര വലിയ അപകടം വരുത്തി വയ്ക്കുമെന്ന് ഈ കാലഘട്ടം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെയൊക്കെ വീട്ടിലുള്ള സ്വസ്ഥത എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്? തമാശയ്ക്ക് പോലും നമ്മൾ പറയുന്ന ചില വാക്കുകൾ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 21-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും. നാവിന് കഴിയും. എൻ്റെ സുഹൃത്തായ ഒരു വൈദികൻ കഴിഞ്ഞ ദിവസം സങ്കടത്തോടെ എന്നോട് പറയുക, അച്ഛാ, എൻ്റെ വീട്ടിൽ ഞങ്ങൾ 4 സഹോദരങ്ങളാണ്. 4 ആൺമക്കളാണ് ഇവർ. അതിൽ 3-ാമത്തെ ആളാണ് ഈ അച്ഛൻ. ഇവരുടെ വീട്ടിൽ പ്രോപ്പർട്ടി ഇഷ്യൂ കുറേ നാളുകളായിട്ട് നടക്കുകയാണ്. ഈ പ്രശ്നം കാരണം എപ്പോഴും വീട്ടിൽ അസ്വസ്ഥതയാണ്. സഹോദരങ്ങൾ 3 പേരും കല്യാണം കഴിച്ചു, തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നുണ്ട്. പക്ഷേ പരസ്പരം മിണ്ടിയേല. ഈ അച്ഛൻ്റെ ഉള്ളിൽ എപ്പോഴും ഇതൊരു സങ്കടമാണ്, ഭാരമാണ്. അച്ഛൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ എന്ത് ചെയ്തെന്നറിയോ? ഈ സഹോദരങ്ങളെല്ലാം വിളിച്ച് തറവാട്ടിൽ അച്ഛൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് അവരൊരുമിച്ച് സ്നേഹത്തോടുകൂടി ഭക്ഷണം കഴിക്കുകയാണ്. അവരെല്ലാവരെയും വീട്ടിൽ ചെന്ന് ക്ഷണിച്ച് അവരെല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നു. ഈ അച്ഛൻ ക്ഷണിച്ചതല്ലേ എന്ന് ഓർത്തുകൊണ്ട് സഹോദരങ്ങളൊക്കെ വന്നു. ഇവർ വന്നിരിക്കുന്ന വീട്ടിൽ അവർ പരസ്പരം സംസാരിച്ചിട്ട് തന്നെ നാളുകളേറെയായി. എന്നാൽ ഈ അച്ഛൻ്റെ സാന്നിധ്യം അവരെല്ലാവരെയും ചേർത്ത് നിർത്തി. അവരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മൂത്ത ചേട്ടൻ ഇവരോട് പറഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞെങ്കിൽ അങ്ങോട്ട് മാറിയിരിക്കുക, വേഗമൊക്കെ കഴിച്ചിട്ട് പോ എന്നിങ്ങനെയുള്ള ചില വാക്കുകൾ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മറ്റ് സഹോദരന്മാരും അവരുടെ ഭാര്യമാരും മക്കളും സാവധാനം എഴുന്നേറ്റു. അവർ കൈ കഴുകി ഒന്നും മിണ്ടാതെ നേരെ വീട്ടിലോട്ട് പോയി. ഈ അച്ഛൻ സങ്കടത്തോടെ പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ, ഞാൻ ഏറെ കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ സഹോദരന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആ വീട്ടിൽ കൊണ്ടുവന്നത്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മൂത്ത ചേട്ടൻ പറഞ്ഞൊരു വാക്ക് അവരെ വല്ലാണ്ട് വേദനിപ്പിച്ചു. വേണമെങ്കിൽ അത് വളരെ സ്നേഹത്തോടുകൂടെ പറയാം. പിന്നീട് ഈ അച്ഛൻ പറയുക, ആ മൂത്ത ചേട്ടനോട് ഈ അച്ഛൻ ചോദിച്ചു, എന്താണ് അങ്ങനെ പറഞ്ഞത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞൊന്നുമല്ല, ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതല്ലേ. നിങ്ങൾ ഭക്ഷണം കഴിച്ചെങ്കിൽ മാറി അങ്ങോട്ട് ഇരിക്കുന്നേ പറഞ്ഞുള്ളൂ. അത് തമാശയ്ക്കല്ല പറഞ്ഞത്. തമാശയ്ക്കാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്ക് അനേകരെ വേദനിപ്പിക്കാം, അസ്വസ്ഥപ്പെടുത്താം, പിശാചിന് പ്രവർത്തിക്കാനുള്ള ഒരു വഴിയായി മാറാം. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അല്പം കൂടെ മനോഹരമായി സങ്കീർത്തകനായ ദാവീദ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ബൈബിളിൽ തുറന്നേ, സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 12-ഉം 13-ഉം തിരുവചനം. അതിങ്ങനെയാണ്,
ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ? ഇതൊരു ചോദ്യമാണ്. എന്താണ് ചോദ്യം? ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ? അങ്ങനെയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തിന്മയിൽ നിന്ന് നിന്റെ നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുക. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 34 വേർഡ്സ് 12 and 13. What man is there who desires life and covets many days that he may enjoy good? ക്വസ്റ്റ്യൻ മാർക്കാണ്, ചോദ്യമാണ്. എന്നിട്ട് ഉത്തരം എന്താണ്? കീപ് യുവർ ടങ് ഫ്രം ഈവിൾ ആൻഡ് യുവർ ലിപ്സ് ഫ്രം സ്പീക്കിംഗ് ഡിസീറ്റ്. നമ്മുടെ നാവിനെ സൂക്ഷിക്കുക. ദാവീദ് സങ്കീർത്തനത്തിൽ പറഞ്ഞ ഈ കാര്യം ഇതാ പുതിയ നിയമത്തിൽ അഭിഷേകം ലഭിച്ച പത്രോസ് ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ബൈബിൾ തുറന്ന് നോക്കിക്കേ. പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 10-ാം തിരുവചനം. വചനം പറയുന്നു, ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. 1 Peter chapter 3 verse 10. For he that would love life and see good days, let him keep his tongue from evil and his lips from speaking guile. നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നല്ല ദിവസങ്ങൾ കാണാൻ നിങ്ങൾ ആഗ്രഹമുണ്ടോ? ഈ ദുരിത നാളുകളിൽ ഈ ചോദ്യം വളരെ പ്രസക്തിയുള്ള ചോദ്യമാണ്. നമുക്കൊക്കെ ആഗ്രഹം എന്താണ്? നല്ല പ്രഭാതം, നല്ല ദിവസം, സന്തോഷത്തോടെയുള്ള നമ്മുടെ ജീവിതം. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം നീ ആഗ്രഹിക്കുന്നെങ്കിൽ എന്തു ചെയ്യണം? നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും സൂക്ഷിക്കട്ടെ. ഇത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥപ്പെടുന്ന അനേക ദുരിതങ്ങളുടെ കാരണം ഒരു പക്ഷേ നമ്മുടെയൊക്കെ നാവിൻ്റെ ദുരുപയോഗമാണോ? ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരു ആത്മീയ സംഭാഷണമാണ്. നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കാനുള്ള ഒരു ചോദ്യം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയുന്ന എൻ്റെ ജീവിതത്തെക്കുറിച്ച് വിലയിരുത്താനുള്ള എൻ്റെ ഒരു വ്യക്തിപരമായ സമയം. നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിലനിൽക്കുന്ന അനേക ദുരിതങ്ങൾക്ക് കാരണം എന്താണ്? നാളുകൾക്ക് മുമ്പ് ഒരു ധ്യാനാവസരത്തിൽ ഒരു ഇടവകയിൽ ഒരു വീട് സന്ദർശനത്തിന് അവിടുത്തെ വികാരി അച്ഛൻ്റെ കൂടെ ചെന്നു. ആ വീട്ടുകാർ അവർ നന്നായി അധ്വാനിക്കുന്നവരാണ്. ആ ഇടവകയ്ക്ക് പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരാണ്. അങ്ങനെ തുടങ്ങി വലിയ ഒരു ദൈവീക അന്തരീക്ഷം നിറഞ്ഞു നിൽക്കേണ്ട ഒരിടമാണ്. പക്ഷേ ആ വീട്ടിൽ ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ മുതൽ അനുഭവപ്പെടുന്നത് വല്ലാത്ത ഒരു അസ്വസ്ഥത. ചില വീടുകളിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ തന്നെ അപ്രകാരമുള്ള അസ്വസ്ഥത ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അവരുടെ വീടിൻ്റെ പേര് മനാസെ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പൊറുക്കണം, ക്ഷമിക്കണം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വീട്. അപ്പോൾ കുടുംബനാഥൻ മക്കൾ അവരവരുടെ അധ്വാനത്തെക്കുറിച്ച്, അവരുടെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. സംസാരിച്ചു വരുന്നതിനിടയിൽ അവിടുത്തെ കുടുംബനാഥനൊരു കാര്യം പറഞ്ഞു, അച്ഛന്മാരെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കാരണം ഞങ്ങൾ ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു സമാധാനമില്ല. ഞങ്ങളുടെ വീട്ടിലെപ്പോഴും അസ്വസ്ഥതയാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞങ്ങളെപ്പോഴും വഴക്കിടുന്ന ഒരു പ്രകൃതമുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ലഭിച്ച ഒരു വചനം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകർക്ക് ഒരു ധ്യാന വിഷയമായ ഒരു വചനമാണ്. വചനം സഭാപ്രസംഗകൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം. സഭാപ്രസംഗൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്: നിന്റെ അധരങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ. നിന്റെ അധരങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ. എന്നിട്ട് എന്താണ് പറയുന്നത്? തെറ്റുപറ്റിയതാണെന്ന് ദൂതനോട് പറയാൻ ഇടവരുത്തരുത്. വാക്കുകളാൽ
ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിന്റെ അധ്വാന ഫലം നശിക്കാൻ ഇടയാവുകയും ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, ഇതാ സഭാപ്രസംഗകൻ 5-ാം അധ്യായം 6-ാം വചനം നമ്മളോട് പറയുന്നു, നമ്മുടെയൊക്കെ സംസാരം വഴി അധ്വാന ഫലം ഒരുപക്ഷെ നശിക്കാൻ ഇടവരും. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ പല കുടുംബങ്ങളെയും കുറിച്ച് ധ്യാനിക്കാൻ പറ്റിയ ഒരു വചനഭാഗമാണ്. പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, എന്നിട്ടും എന്തേ ചില കുടുംബങ്ങളിൽ അസ്വസ്ഥത എന്നുള്ളൊരു ചോദ്യത്തിന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാത്തത് കൊണ്ടല്ലേ. സംസാരത്തിൽ അല്പം കൂടെ ശ്രദ്ധ വരുത്തിയാൽ അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകുമെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു കുടുംബനാഥയെക്കുറിച്ച് നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച അനുഭവം ഇങ്ങനെയാണ്. ആ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന കുടുംബനാഥ, ആ വീട്ടിൽ ആ കുടുംബനാഥയാണ് ഒത്തിരി സഹിക്കുന്നത്, ഒത്തിരി പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷേ എന്താണെന്നറിഞ്ഞുകൂടാ, ഈ കുടുംബനാഥയ്ക്ക് ആത്മീയമായിട്ട് വളരാൻ പറ്റുന്നില്ല. ശാരീരികമായ അധ്വാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഏറ്റവും ആദ്യം രാവിലെ എഴുന്നേറ്റ് ആ വീട് മുഴുവൻ വൃത്തിയാക്കി, പിന്നീട് ഭക്ഷണമൊരുക്കി, അങ്ങനെ തുടങ്ങി രാവും പകലും രാത്രി ഏറെ വൈകി കിടക്കാൻ പോകുന്നതും ഈ കുടുംബനാഥയാണ്. അപ്പോൾ ഏറെ അധ്വാനിക്കുന്ന ഒരു വീട്ടമ്മ, ഒരു പക്ഷേ ഇത് കേൾക്കുന്ന അനേകരുടെ ഒരു ജീവിതത്തിൻ്റെ സാന്നിധ്യമായിരിക്കാം ഇത്. ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ ആത്മീയമായി വളരാൻ സാധിക്കുന്നില്ല. സംസാരിച്ച അവസരത്തിൽ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്, രാത്രി 12 മണി വരെയും അധ്വാനിക്കും, പക്ഷേ ഈ അധ്വാനിച്ചതെല്ലാം കൂടെ അത് നശിപ്പിച്ച് കളയുന്ന തരത്തിൽ എപ്പോഴും നാവിൽ നിന്ന് വാക്കുകൾ കടന്നു വരും. എപ്പോഴും പരാതിയും പിറുപിറുപ്പുമാണ്. ശാരീരികമായി കുടുംബത്തിനു വേണ്ടി അധ്വാനിക്കുന്നു, പക്ഷേ ഈ അധ്വാനിക്കുന്നതെല്ലാം എന്ത് സംഭവിക്കുന്നു? അത് മുഴുവൻ നശിപ്പിച്ച് കളയുന്ന തരത്തിൽ എപ്പോഴും പരാതി, ഈ കുടുംബത്തിലുള്ളവരെക്കുറിച്ച്, അയൽവാസികളെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് എപ്പോഴും അസ്വസ്ഥപ്പെടുത്തുന്ന തരത്തിലുള്ള സംസാര ശൈലി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെയൊക്കെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും ആത്മീയമായി നമ്മളെ താഴ്ത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു മേഖലയാണ് നമ്മുടെ നാവിൻ്റെ ദുരുപയോഗം. യെശയ്യാ പ്രവചനം അല്പം കൂടെ മനോഹരമായി ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത്, യെശയ്യാ പ്രവചനം 49-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനം. വചനം പറയുന്നു, ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള വചനം. എന്നാൽ തൊട്ടടുത്ത വചനം ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. ബുക്ക് ഓഫ് ഐസയ chapter 49 verse 16. Behold, I have given you on the palms on my hands. Your words are continually before me. ഞാൻ നിൻ്റെ ഇതാ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ നിൻ്റെ മതിലുകൾ എപ്പോഴും ദാ എൻ്റെ മുമ്പിലുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിൽ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടാവും, പക്ഷേ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയരാത്തതിന് കാരണം നമ്മളൊക്കെ പറയുന്ന ചില വാക്കുകൾ, അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മുടെ ശിരസിന് മുകളിൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ദേഷ്യം വരുമ്പോൾ നമ്മളൊക്കെ പറയുന്ന വാക്കുകൾ, കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ, കളിയാക്കുന്ന വാക്കുകൾ, നുണയുടെ വാക്കുകൾ, എന്ത് സംഭവിക്കുന്നു? ഇതൊരു എനർജിയാണ്. നമുക്കറിയാം, ശാസ്ത്രം പോലും പറയുന്ന കാര്യം, എനർജിയെ നശിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ എനർജി എന്ത് സംഭവിക്കും? അത് നമ്മുടെ ശിരസിന് മുകളിൽ, കുടുംബത്തിൻ്റെ മുകളിൽ എപ്പോഴും ഇങ്ങനെ കിടക്കുകയാണ്. അതൊരു തടസ്സം പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അതേസമയം നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു, കർത്താവേ എനിക്കത് ലഭിക്കണം, എനിക്കിത് കിട്ടണം. പക്ഷേ ഈ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയരുന്നില്ല. കാരണം ഈ പറഞ്ഞ ഒരു തട്ടിൽ ചെന്ന് അതിങ്ങനെ പതിക്കുകയാണ്. ഇതാ വചനം പറഞ്ഞത്, ഒരു മതില് പോലെ എപ്പോഴും ദൈവത്തെയും നമ്മളെയും തമ്മിൽ അകറ്റി നിർത്തുന്ന ഒന്നുണ്ട്. അത് നമ്മുടെ നാവ് വഴി, നമ്മുടെ സംസാരം വഴി സംഭവിക്കുന്ന ഒരു തെറ്റാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ പ്രാർത്ഥന എന്താണ്? സങ്കീർത്തകനായ ദാവീദിനോട് ചേർന്നുള്ള മനോഹരമായിട്ടുള്ള പ്രാർത്ഥന, സങ്കീർത്തനം 141 വചനം 3. എന്താണ് പ്രാർത്ഥന? കർത്താവേ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ,
എൻ്റെ അധരത്തിന് കാവലേർപ്പെടുത്തണമേ. പ്രിയപ്പെട്ടവരെ, എല്ലാ സമയവും ഈ പ്രാർത്ഥന നമുക്ക് ഉരുവിടാം. എന്താണ് പ്രാർത്ഥന? കർത്താവേ, എൻ്റെ നാവിന് കടിഞ്ഞാൺ വേണം, എൻ്റെ അധരത്തിന് ഒരു കാവൽ വേണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? എപ്പോഴും നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ അസ്വസ്ഥപ്പെടുത്തുന്ന തരത്തിൽ, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ അതായിത്തീരാം. പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞു ധ്യാനിക്കുമ്പോൾ ചില മേഖലകളിൽ ചില സംസാര ശൈലികൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ബൈബിൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ചില മേഖലകൾ ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരാം. അതൊന്ന്, പൊള്ളയായ വാക്കുകൾ, വ്യർത്ഥ ഭാഷണം. ഇത് പഠിക്കാൻ ഏറ്റവും നല്ലത് ജോബിൻ്റെ പുസ്തകം 16-ാം അധ്യായം 3-ാം തിരുവചനമാണ്. വചനം ഇങ്ങനെ പറയുന്നു, പൊള്ള വാക്കുകൾക്ക് അറുതിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നതെന്ത്? ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 16 വേഴ്സ് 3. Shall windy words have an end, or what provokes you that you answer? പൊള്ള വാക്കുകൾക്ക് അറുതിയില്ലേ? ആരാണ് ഈ ജോബ്? ജോബിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ജോബ് ഇത് പറയുമ്പോൾ ജോബ് കടന്നു പോകുന്ന അവസ്ഥ എന്താണ്? വളരെ വലിയ ദുരിതം പിടിച്ച ഒരവസ്ഥയാണ്. രോഗം, പീഡകൾ, പ്രിയപ്പെട്ടവരുടെ മരണം, അങ്ങനെ കഷ്ടപ്പാടിൻ്റെ നടുവിലിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് പേര് വന്നിട്ട് കുറച്ച് ഉപദേശം പറയുകയാണ്. എന്താണ് ഈ ഉപദേശം? നീ ഇങ്ങനെ അനുഭവിക്കാൻ കാരണം നിൻ്റെ പ്രവൃത്തികളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഈ വേദനിച്ചിരിക്കുന്ന ജോബിനെ വീണ്ടും വേദനിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ജോബ് ചോദിക്കുന്നത്, പൊള്ള വാക്കുകൾക്കൊരു അറുതിയില്ലേ? ഒരു മര്യാദ വേണ്ടേ? നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോഴൊക്കെ ചില രോഗികളെയൊക്കെ കാണാൻ ചെല്ലുമ്പോൾ വലിയ സങ്കടത്തോടുകൂടെ നമ്മളവിടെ നിന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞ് പോരുമ്പോൾ നമ്മൾ എന്ത് പറയും? അല്ലെങ്കിൽ അവൻ അനുഭവിക്കേണ്ടതാണ്, അവൻ്റെയൊക്കെ പ്രവൃത്തി അങ്ങനെയല്ലേ, അവൻ ചെയ്തത് അങ്ങനെയല്ലേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൊള്ളയായ വാക്കുകൾ. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 4-ാം വചനം നമ്മളോട് പറയുന്നുണ്ട്, നമ്മുടെയൊക്കെ കഠിനമായ വാക്ക് സൂക്ഷിക്കണം. കഠിനമായ വാക്ക്. പ്രൊവേർബ് 15:4 പറയുന്നുണ്ട്, സമൃദ്ധമായ, അതായത് ജീവൻ്റെ വാക്കും അതോടൊപ്പം തന്നെ കഠിനമായ വാക്ക്. വികടമായ മനസ്സ് മറ്റുള്ളവരെ വേദനിപ്പിക്കും, അസ്വസ്ഥപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, കഠിനമായ വാക്ക്, മറ്റുള്ളവരെ മുറിവേർപ്പെടുത്തുന്ന വാക്ക്. ഒരു വീട്ടിൽ നാളുകൾക്ക് മുമ്പിൽ പരസ്പരം രമ്യത ചർച്ചയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ കുടുംബനാഥൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ആ വീട്ടുകാരോട് ക്ഷമിക്കുന്ന കാര്യം മാത്രം അച്ഛൻ പറയരുത്, ചത്താലും ഞാൻ ക്ഷമിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, കഠിനമായ വാക്ക്, അഹങ്കാരത്തിൻ്റെ വാക്കുകൾ. എൻ്റേതാണ്, ഞാൻ ഉണ്ടാക്കിയ വീടാണ്, ഇതൊക്കെ എൻ്റെയാണ്. പ്രിയപ്പെട്ടവരെ, അഹങ്കാരത്തിൻ്റെ വാക്ക്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള വെറുപ്പിൻ്റെ വാക്കുകൾ. ഇവനൊന്നും ഗതി പിടിക്കുകയില്ല. ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചതിനേക്കാൾ കൂടുതലായി അവൻ അനുഭവിക്കണം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ തുടങ്ങുന്ന ചില പദപ്രയോഗങ്ങൾ, ശാപവാക്കുകൾ. ഒരു മകൻ വന്ന് സങ്കടത്തോടെ പറഞ്ഞാൽ, എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്ക് എപ്പോഴും സങ്കടമാണ്. കാരണം എന്താണ്? എപ്പോഴും ഈ അമ്മ പറഞ്ഞുകൊണ്ട് നീ മുടിഞ്ഞു പോകും, നീ നന്നാവില്ല. ഇങ്ങനെയുള്ള ചില വാക്കുകൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസാരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സംസാരത്തെ ശ്രദ്ധിച്ചാൽ ജീവനെ നിലനിർത്താൻ സാധിക്കും. ഒരു പ്രാർത്ഥനക്കാരിയുടെ മകൻ, അവനെ പള്ളി വരുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ള പരാതി. അപ്പം അവനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, നീ എന്താ പള്ളി വരാത്തെ? നീ എന്താ പ്രാർത്ഥിക്കാത്തെ? നീ ധ്യാന കേന്ദ്രത്തോടൊക്കെ ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നല്ലേ? അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ അച്ഛാ, എൻ്റെ വീട്ടിൽ എന്നും വഴക്കാം. അച്ഛൻ പറഞ്ഞു, ശരി, അമ്മ ഭയങ്കര പ്രാർത്ഥനക്കാരിയാണ്, പക്ഷേ അമ്മ എന്താ പറയണമെന്നറിയോ? ഈ അപ്പൻ നരകത്തിൽ പോവുള്ളൂ. അമ്മ പറയാ, അമ്മ സ്വർഗത്തിൽ പോവും, അപ്പോഴേ അപ്പൻ നരകത്തിൽ പോവുള്ളൂ. ഈ അപ്പൻ ശരിയല്ല. അതുകൊണ്ട് അച്ഛാ, എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും തോന്നുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസാരം വഴി മറ്റുള്ളവർക്ക് പോലും നമ്മൾ കൊടുക്കുന്ന ഉതപ്പ്. ഈ ശുശ്രൂഷ സമയം സങ്കീർത്തകനോട് ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. എന്താണ് സങ്കീർത്തകൻ്റെ പ്രാർത്ഥന? സങ്കീർത്തനം 141 വചനം 3, കർത്താവേ,
എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ. പ്രിയപ്പെട്ടവരെ, ഈ വലിയ കൃപയിൽ ജീവിക്കാൻ സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനം 141 വചനം 3 ഈ പ്രാർത്ഥന നമുക്കൊക്കെ പരസ്പരം എന്നും പ്രാർത്ഥിക്കാനുള്ള വലിയ അഭിഷേകത്തിൻ്റെ പ്രാർത്ഥനയാണ്. ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.